നമസ്കാരം. അതിരുകളില്ലാത്ത അത്ഭുതങ്ങൾ തേടിയുള്ള ലോകജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചിന്തിക്കാനും ചിരിക്കാനും സവിശേഷ കഴിവുള്ളവരാണ് മനുഷ്യർ. അതിന് പ്രധാന പങ്കുവഹിക്കുന്നതാവട്ടെ നമ്മുടെ തലച്ചോറ്. മൊട്ടുസൂചി മുതൽ സ്പേസ് ഷട്ടിൽ വരെ കമ്പ്യൂട്ടറുകളും പെൻസിലുകളും എന്തിന് കൃത്രിമ ഹൃദയങ്ങൾ പോലുള്ള അത്ഭുതങ്ങൾ പോലും മനുഷ്യന്റെ തലച്ചോറിൽ നിന്നാണ് നാം വിട്ടത്. ജീവജാലങ്ങളുടെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഈ തലച്ചോറാണ്. ദേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതും ആ സംസാരം നിങ്ങൾ മനസ്സിലാക്കുന്നതും ബ്രെയിനിന്റെ പവർ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ബ്രെയിനിനെ പറ്റി കൂടുതൽ അറിഞ്ഞാലോ. ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളിലും കാണപ്പെടുന്ന അവയവങ്ങളിൽ വെച്ച് ഏറ്റവും സങ്കീർണമായതാണ് ബ്രെയിൻ. മറ്റ് സസ്തനികളുടെ ബ്രെയിനിന് തുല്യമായ ഘടനയോട് കൂടിയാണ് മനുഷ്യ മസ്തിഷ്കവും. പക്ഷേ ഇതേ ശരീര വലുപ്പമുള്ള മറ്റ് സസ്തനികളുടെ ബ്രെയിനിന്റെ ശരാശരി വലുപ്പത്തെക്കാളും 3 ഇരട്ടി കൂടുതലുണ്ട് മനുഷ്യന്റെ ബ്രെയിനിന്. നാഡീവ്യവസ്ഥയിലെ പ്രധാന ഭാഗമാണ് തലച്ചോർ. സെറിബ്രം, സെറിബെല്ലം, മിഡില്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഈ അവയവം തലയോടിനുള്ളിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ശരാശരി തൂക്കം 1300 മുതൽ 1400 ഗ്രാം വരെയാണ്. തലയോട്ടിക്കുള്ളിലാണ് മനുഷ്യ മസ്തിഷ്കം അടങ്ങിയിരിക്കുന്നത്. തലയോട്ടിയിൽ 22 അസ്ഥികൾ ഉൾപ്പെടുന്നു. അതിൽ 8 എണ്ണം തലയോട്ടിയുടെയും ബാക്കി 14 എണ്ണം മുഖത്തിന്റെയും അസ്ഥികളാണ്. തലച്ചോറിന് മുൻഭാഗം, ഡോർസൽ, ലാറ്ററൽ സംരക്ഷണം ഇവയെല്ലാം നൽകുന്നതാണ് തലച്ചോറിന്റെ ഉത്തരവാദിത്തം. കൂടാതെ തലച്ചോർ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് തലച്ചോറിന്റെ ഉപരിതലത്തെ ഏതെങ്കിലും പൊള്ളയായ ഇടം നിറയ്ക്കുകയും തലയോട്ടിയിലും സുഷുമ്നാ നാഡികളിലും വ്യാപിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ഏകദേശം 500 മില്ലി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കാനായി പ്രത്യേക എപ്പൻഡൈമൽ സെല്ലുകളാണ് പ്രവർത്തിക്കുന്നത്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡുകൾ നിർവഹിക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അതായത് CSF തലച്ചോറിനൊരു തലയണയായി പ്രവർത്തിക്കുന്നു. ഇത് പ്രക്രിയയിലെ മെക്കാനിക്കൽ ഷോക്കുകളും മറ്റ് ഞെട്ടലുകളുടെയും ആഘാതം കുറയ്ക്കുന്നു. തലച്ചോറിന് രോഗപ്രതിരോധ സംരക്ഷണം നൽകുന്നതും ഇത് സഹായിക്കുന്നു. ഇത് തലച്ചോറിന് ഉത്തേജനം നൽകുന്നു. ദ്രാവകത്തിന്റെ സഹായത്തോടു കൂടി തലച്ചോറിന്റെ ഭാഗം ഏകദേശം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യ മസ്തിഷ്കം മുഴുവൻ നാഡീവ്യവസ്ഥയുടെയും ആജ്ഞാ കേന്ദ്രമാണ്. ശരീരത്തിലെ മറ്റ് സെൻസറി അവയവങ്ങളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിക്കുന്ന വിവിധ വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിനും ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുകയാണ് നമ്മുടെ മസ്തിഷ്കം. 1 മുതൽ 1.5 കിലോഗ്രാം വരെ ഭാരമുള്ള മനുഷ്യ മസ്തിഷ്കം കൂടുതലും ന്യൂറോൺസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ തലച്ചോറിൽ 86 ബില്യൺ മുതൽ 100 ബില്യൺ വരെ ന്യൂറോണുകളുണ്ട്. കേന്ദ്ര നാഡീവ്യൂഹം തലച്ചോറും സുഷുമ്നാ നാഡികളും ചേർന്നതാണ്. ശരീരചലനങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിങ്ങനെയുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്. മനുഷ്യ തലച്ചോറിൽ 2 തരം ടിഷ്യൂ ആണുള്ളത്. ചാരനിറവും വെള്ള നിറവുമുള്ള ടിഷ്യൂകൾ. ചാരദ്രവ്യം തലച്ചോറിന്റെ ഭൂരിഭാഗം വിവിധ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. വെളുത്ത ദ്രവ്യം നിർമ്മിക്കുന്നത് തലച്ചോറിന്റെ വിവിധ ചാരദ്രവ്യ പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഉത്തരവാദികളായ ആക്സോണുകൾ കൊണ്ടാണ്. ഹ്യൂമൻ ബ്രെയിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഫ്രണ്ട് ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫ്രണ്ട് ബ്രെയിൻ ഇതൊരു മനുഷ്യ മസ്തിഷ്കത്തിന്റെ മുൻഭാഗത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ താപനില, പുനരുത്പാദനം, വിശപ്പ്, ഉറക്കം, വികാരങ്ങൾ തുടങ്ങിയ മനുഷ്യ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. മുൻ മസ്തിഷ്കത്തിൽ ഇതേപോലെ മറ്റു ഭാഗങ്ങളും ഉൾപ്പെടുന്നു. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തെ 2 അർദ്ധഗോളങ്ങളായി വലത്തെയും ഇടത്തെയും എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. കോർപ്പസ് കലോസം എന്ന നാഡികളാണ് ഇവയെ പരസ്പരം ബന്ധിക്കുന്നത്. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. പാരിയറ്റൽ ലോബ് ഈ ഭാഗം ഉത്തേജകങ്ങൾ, ഓറിയന്റേഷൻ, ചലനങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആക്സിപിറ്റൽ ലോബ് ഇത് വിഷ്വൽ പ്രോസസ്സിംഗിനാണ് സഹായിക്കുന്നത്. ടെമ്പറൽ ലോബ് മെമ്മറി തിരിച്ചറിയൽ, ശ്രവണ ഉത്തേജനം, സംസാരം എന്നിവയുമായി ബന്ധപ്പെട്ടതാണിവ. ഇനി സെറിബ്രത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറി ഏരിയകൾ ഇവ സന്ദേശം സ്വീകരിക്കുന്നതിന് സഹായിക്കും. മോട്ടോർ ഏരിയകൾ സന്നദ്ധ പേശികളെ പ്രവർത്തിക്കാൻ സഹായിക്കും. അതായത് നമ്മൾ നടക്കുക, കൈകാലുകൾ അനക്കുക എന്നിങ്ങനെയുള്ള പ്രോസസ്സിനെല്ലാം സഹായിക്കും. അസോസിയേഷൻ ഏരിയകൾ സെൻസറി ഏരിയകളെ മോട്ടോർ ഏരിയകളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അസോസിയേഷൻ ഏരിയകൾ. അടുത്തതായി സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നാണ് നമ്മൾ സെറിബെല്ലത്തെ വിളിക്കുന്നത്. സെറിബെല്ലത്തിന് താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നതാണ് സെറിബെല്ലത്തിന്റെ ഉത്തരവാദിത്തം. മെഡുല്ല ഒബ്ലാങ്കേറ്റ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ടിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ്. ശ്വസനം, ഹൃദയസ്പന്ദനം, രക്തക്കുഴലുകളുടെ സങ്കോചം, തുമ്മൽ, ഛർദി, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നതെല്ലാം നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. തലാമസ് സെറിബ്രത്തിന് തൊട്ട് താഴെ കാണുന്ന നാഡീ കേന്ദ്രമാണ് തലാമസ്. വേദന സംഹാരികൾ ഉപയോഗിക്കുമ്പോൾ
സെറിബെല്ലത്തിലേക്കുള്ള വേദനയുടെ സഞ്ചാരത്തെ തലാമസ് തടയുന്നു. ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഹൈപ്പോതലാമസ്. പീയൂഷ ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ആയ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോൺസും ഇവയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മെനിഞ്ചസും സെറിബ്രോസ്പൈനലും. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന 3 പാളികളുള്ള സ്തരമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവ്യത്തെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. ഇവ മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകം, ഓക്സിജൻ എന്നിവ നൽകുന്നു. തലച്ചോറിനുള്ള ഓക്സിജൻ ക്രമീകരിക്കുക, തലച്ചോറിന്റെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. സുഷുമ്ന. തലച്ചോറിൽ നിന്ന് ആരംഭിച്ച് നട്ടെല്ലിലൂടെ കടന്നു പോകുന്ന ഈ നാഡിക്ക് 45 സെന്റിമീറ്റർ നീളമുണ്ടാകും. തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തിരിച്ച് നാഡീ സന്ദേശങ്ങൾ എത്തിക്കുന്നതിനും സഹായിക്കുന്നതാണ് സുഷുമ്ന നാഡികൾ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. ഈ ഭാഗത്ത് എന്തെങ്കിലും പരിക്ക് സംഭവിച്ചാൽ ആ വ്യക്തിക്ക് സംസാരിക്കാനുള്ള വാക്കുകൾ മനസ്സിലേക്ക് വരുമെങ്കിലും അവ പുറത്തേക്ക് വരില്ല. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ ആ വസ്തുവിന്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിന്റെ ഭാഗമാണിത്. വെർണിക്സ് ഏരിയയ്ക്ക് എന്തെങ്കിലും പരിക്ക് സംഭവിച്ചാൽ ആ വ്യക്തിക്ക് വാക്കുകൾ കേട്ടാൽ മനസ്സിലാവുമെങ്കിലും ആ വാക്കുകൾ ക്രമീകരിച്ച് ഒരു വാചകം ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. മസ്തിഷ്ക ആഘാതം. തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുകയോ ഭാഗികമായി നിലച്ചു പോവുകയോ ചെയ്യുന്ന രോഗാവസ്ഥയാണിത്. ഇത് കാരണം തലച്ചോറിന്റെ കോശങ്ങൾക്ക് നാശമുണ്ടാകുന്നു. ഹൃദയത്തിലോ ധമനികളിലോ ഉണ്ടാകുന്ന രക്തക്കട്ടകൾ കാരണമാകുന്ന തടസ്സം, തലച്ചോറിലെ രക്തധമനികൾ പൊട്ടിയുണ്ടാകുന്ന രക്തപ്രവാഹം തുടങ്ങിയവ കാരണവും മസ്തിഷ്കാഘാതം സംഭവിക്കാം. മസ്തിഷ്ക മരണം. അമിത രക്തപ്രവാഹത്തെ തുടർന്ന് തലച്ചോറിലെ കോശങ്ങൾക്ക് സ്ഥിരമായ നാശം സംഭവിക്കുന്ന അവസ്ഥയാണിത്. വിവിധ കാരണങ്ങളാൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ഏൽക്കുന്ന ക്ഷതം, അമിതമായ രക്തസ്രാവം, തലച്ചോറിൽ രക്തക്കട്ടിപിടിക്കൽ തുടങ്ങിയവയാണ് മസ്തിഷ്ക മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ. ശരീരഭാഗത്തിന്റെ 2% മാത്രമേ തലച്ചോറിനുള്ളൂവെങ്കിലും മൊത്തം ഉപയോഗിക്കുന്ന ഓക്സിജന്റെ 20% തലച്ചോർ ഉപയോഗിക്കുന്നു. വളരെ താഴ്ന്ന ഊഷ്മാവിൽ തലച്ചോർ വളരെ സമയം ഓക്സിജൻ ഇല്ലാതെ അതിജീവിക്കും. തലച്ചോറിന്റെ വലത്തെ പകുതി ശരീരത്തിന്റെ ഇടത്തെ പ്രവർത്തനങ്ങളെയും ഇടത്തെ പകുതി ശരീരത്തിന്റെ വലത്തെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. മനുഷ്യ മസ്തിഷ്കമാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ അടിസ്ഥാനം. ഇത് മനുഷ്യരുടെ വൈജ്ഞാനിക കഴിവുകൾ, അവരുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നു. കൂടാതെ ന്യൂറോണുകൾ വഴി സിഗ്നലുകൾ അയച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു. ഒന്ന് കണ്ണടച്ചിരുന്ന് ആലോചിച്ചാൽ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഹ്യൂമൻ ബോഡി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള അത്ഭുതങ്ങൾ പരിചയപ്പെടാനായി കാത്തിരിക്കുക ലോകജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിനായി.